പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തൈമരങ്ങളിൽ കായ പിടിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് തോലുകൾ തമ്മിൽ ഒട്ടിച്ച് പിടിപ്പിച്ച് മൂത്ത കമ്പിൽ നിന്ന് പെട്ടെന്ന് കായ പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തൈമരത്തിൻ്റെ വേരുകളിൽ നിന്നും കരുത്ത് വലിച്ചെടുത്ത് ഒറ്റ വർഷം കൊണ്ട് കായ പിടിക്കുന്ന ഈ വി ഗ്രാഫ്റ്റിങ്ങിൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത് നല്ല കഴിഞ്ഞ സീസണിൽ നല്ല പോലെ കായ പിടിച്ച നല്ല ഒരു മരത്തിൻ്റെ നല്ല കരുത്തുള്ള ഒരു കമ്പിൻ്റെ ഇളം കമ്പ് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഈ കമ്പ് മുറിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് മുകുളങ്ങൾ വന്ന് നിൽക്കുന്ന കമ്പാണോ എന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കമ്പ് എടുത്തു വെച്ചു. ഇപ്പോൾ ഇതാണ് നമ്മൾ നട്ടു വെച്ചിരിക്കുന്ന ചെറിയ തൈ. അത് നല്ല പോലെ നല്ല കരുത്തിൽ നിൽപ്പുണ്ട്. ഇത് ഞാനൊരു കപ്പിലാണ് നട്ടു വെച്ചിരിക്കുന്നത്. മാവിൻ്റെ നല്ല കരുത്തുള്ള മാവിൻ്റെ തൈയാണ്. ഈ തൈയുടെ ഏകദേശം സെയിം സൈസിലുള്ള കമ്പാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏകദേശം സെയിം സൈസിലുള്ള ഒരു ചെറിയ കമ്പ് കട്ട് ചെയ്തെടുത്ത് ഏകദേശം ഒരു 10 സെൻറ്റി നീളമുള്ള മുകുളങ്ങളൊക്കെയുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഇലകൾ ഒന്ന് പാതിയാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അടിവശത്തുള്ള ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 6 ഇലകൾ 8 ഇലകൾ മാക്സിമം മേലെ വശത്ത് നിർത്തുക. ബാക്കി അടിവശത്തുള്ളതെല്ലാം കട്ട് ചെയ്ത് ക്ലിയറാക്കി കളയുക. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഹാഫ് കട്ട് ചെയ്ത് കളയുക ഇലകൾ. കാരണം ഇതിൻ്റെ പവറിൽ വേണം ഒന്ന് കൂമ്പ് ഇതിലോട്ട് സെറ്റായി വരികയും കൂമ്പ് എടുത്ത് വരികയും ചെയ്യുക. ഈ ഇലകൾ അതിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ഭാഗം ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു സൈഡ് വി ഷേപ്പിലും ഒരു സൈഡ് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങുന്ന വി ഷേപ്പും ആയിരിക്കണം. ഒന്ന് വിയും മേലെയും ഒന്ന് വി താഴെയും. ഇതാണ് വി ഷേപ്പ് എന്ന് പറയുന്നത്, വി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മേലത്തെ ബഡ് സൈഡ് നമ്മൾ ഒരു ചെറിയ കോണായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. തോല് മാത്രം ചെത്തിക്കളഞ്ഞ് കുറച്ച് തണ്ടും കൂടി ചെത്തിക്കളയുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തണ്ട് ചെത്തിക്കളയുമ്പോൾ രണ്ട് സൈഡിലും തോലുണ്ട് എന്ന് ഉറപ്പാക്കുക. കാരണം ഈ തോലുകളാണ് ഇതിലോട്ട് ടച്ച് ആകുന്നത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഈ രണ്ട് സൈഡുകളും തോലുകളുണ്ട്. രണ്ട് സൈഡുകളിലെ തോല് നല്ലപോലെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഏകദേശം ഇതൊരു 8 സെൻറ്റി വരുന്നുണ്ട്. ഒരു 10 സെൻറ്റി കൂടുതൽ വരാൻ പാടില്ല. ഇത് ഏകദേശം വെച്ചതിന് ശേഷം, ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി വേസ്റ്റായിപ്പോയി പിന്നീട് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അത് കട്ട് ചെയ്തു. ഇനി ചെയ്യുന്നത്, ഇതിൽ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ കൃത്യം സെൻട്രൽ സൈഡിലാണ് നമ്മൾ ഒരു ഇഞ്ച് നീളത്തിൽ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് നല്ല ബ്ലേഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം ഒന്ന് താഴോട്ട് ഇറങ്ങി ചെത്തിപ്പോവുകയോ കാര്യങ്ങൾ ചെയ്യരുത്. ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആയി പോകും. അപ്പോൾ അത്ര കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഒന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം രണ്ട് സൈഡ് വശവും മുട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി ഒന്നുകൂടി ഒന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ വേരുകൾ തോലുകൾ തമ്മിൽ മുട്ടുന്നുണ്ട്. അപ്പം ഇത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു ഉള്ളിയോ ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയോ എന്തെങ്കിലും ഒന്ന് ഇതിൽ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അകംവശത്തും മെല്ലെ തൂത്ത് കൊടുക്കുക, പുറം വശത്തും മെല്ലെ തൂത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, മുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, തോലുകൾ തമ്മിൽ മുട്ടുന്നുണ്ട് എന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി എന്തെങ്കിലും ഒരു ടേപ്പ് എടുക്കുക, ലാമിനേഷൻ ടേപ്പ്. ഏകദേശം 1/2 ഇഞ്ചിൻ്റെ ലാമിനേഷൻ ടേപ്പ് ആയിരിക്കും ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളത്. കാരണം അതിനകത്തേക്ക് ഒരു കാരണവശാലും എയർ കുടുങ്ങാതെ വേണം നമുക്ക് ചുറ്റിയെടുക്കാൻ.
എയർ കുടുങ്ങിയാൽ ഒരു പക്ഷേ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫംഗസ് വരികയോ എന്തെങ്കിലും ചീച്ചിൽ വരികയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അകത്ത് എയർ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം വേണമെങ്കിൽ തോലുകൾ തമ്മിൽ മുട്ടുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക, ലാമിനേഷൻ ചുറ്റിക്കൊടുക്കുക. അതിന് ശേഷം മൊത്തത്തിൽ ബൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒടിഞ്ഞു പോകാതെ, താഴെവശവും മേലവശവും ഒന്നും ഒടിഞ്ഞു പോകാതെ കൈ കൃത്യമായി മേലെ തണ്ടിലും താഴെ തണ്ടിലും പിടിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുക. ഇപ്പം കെട്ടുകളെല്ലാം കംപ്ലീറ്റായി. ഇനി അതിനകത്തേക്ക് നല്ല പോലെ വലിച്ച് ലാമിനേഷൻ ടേപ്പ് തന്നെ വെച്ചിട്ട് വലിച്ച് മുറുക്കി ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നോക്കുക ഏതെങ്കിലും വലിയുന്നുണ്ടോ ചെരിയുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ചെരിയുന്നില്ലെങ്കിൽ മേലെ സൈഡും താഴെ വശവും ഒന്നുകൂടി അതിൻ്റെ ഏകദേശം ഒരു ഈ 1 ഇഞ്ച് എടുത്തതിൻ്റെ അടിവശവും മേലെ വശവും ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും താഴെ സൈഡും മേലെ സൈഡും ഒരു കാരണവശാലും വെള്ളം ഇറങ്ങുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. അപ്പം ഈ 2 സൈഡും ചുറ്റിക്കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് എയർ കോട്ട് ചെയ്തിട്ട് ഒരു ലാമിനേഷൻ ഒരു കവർ ഇടുന്നുണ്ട്. ഇപ്പോൾ കെട്ടിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, സാധാരണ ഒരു പ്ലാസ്റ്റിക് കവർ ഇച്ചിരി വലിയ ഒരു കവർ എടുക്കുക. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ആ വെള്ളം സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഹ്യൂമിഡിറ്റിയിലാണ് ഇത് ഒന്ന് വേര് വരുന്നത്. വേര് വന്ന് ഈ ഇലകൾ പകുതി പൊഴിഞ്ഞു പോയി കൂമ്പെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിന് സൂര്യപ്രകാശം കാണിക്കുന്നത്. ഇപ്പം ഇതുപോലെ തന്നെ വെച്ചിട്ട് അടിവശം നല്ല പോലെ കെട്ടിക്കൊടുക്കുക. ഒരു കാരണവശാലും ഇതിനകത്തേക്ക് ഒരു കീടങ്ങളോ ഫംഗസോ ഒന്നും കയറാൻ പാടില്ല. നല്ല പോലെ ലാമിനേഷൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിക്കൊടുത്ത് നല്ല പോലെ ടൈറ്റ് ചെയ്യുക. ഇപ്പം നോക്കിയാൽ അറിയാം, മേലെ സൈഡ് മുട്ടുന്നില്ല, മേലേക്ക് പൊങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അടിവശം നല്ല പോലെ കോട്ട് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. ഈ അവസ്ഥയിൽ വേണം നിൽക്കാൻ. അതുപോലെ ഒരുപാട് വെള്ളം അതിനകത്ത് വരാനും പാടില്ല. ഇപ്പം ഇതെല്ലാം വി ഗ്രാഫ്റ്റിംഗ് എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ കാണാം. ഇതുപോലെ 60 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും.